ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചവർക്ക് സംഘപരിവാർ ഭീഷണി. JNU സർവകലാശാല യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗോപിക ബാബുവിന് ഭീഷണി സന്ദേശങ്ങൾ ലഭിച്ചു. അടുത്ത നിർഭയ ആവണോ എന്നാണ് സന്ദേശത്തിൽ ഉള്ളത്. സന്ദേശം അയച്ചത് രാജ്യത്തെ ലക്ഷക്കണക്കിന് TG മോഹൻദാസുമാരിൽ ഒരാളാണെന്ന് SFI വിമർശിച്ചു. മനുഷ്യരുടെ കൂട്ടത്തിൽ ചേർക്കാൻ കഴിയാത്ത ഭീകര സംഘമാണ് സംഘപരിവാർ എന്നും വിമർശനമുണ്ട്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് ഇത്തരത്തിൽ കുറ്റപ്പെടുത്തിയത്. സുനിഷ അയ്യലൂർ വിവരങ്ങൾ നൽകിയാണ്. സുനിഷ, ഇതാരാണ് ഈ ഭീഷണിക്ക് പിന്നിൽ? എന്തെങ്കിലും വിവരമുണ്ടോ? അപ്പോൾ SFI വളരെ ഗൗരവത്തിൽ തന്നെ ഈ വിഷയം ഏറ്റെടുക്കുകയാണ്, വിമർശിക്കുകയാണ്, പ്രതിഷേധിക്കാൻ തീരുമാനിക്കുകയാണ്, അല്ലേ സുനിഷ? ഉറപ്പായിട്ടും ഷിഹാസ്, SFI ഇതിനെ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരാണ് ഇത് എന്നുള്ളതല്ല, പക്ഷേ ഈ പറഞ്ഞതുപോലെ JNU സർവകലാശാലയുടെ യൂണിയൻ വൈസ് പ്രസിഡന്റായ ഗോപിക ബാബുവിനാണ് ഇത്തരത്തിലുള്ള സംഘപരിവാറുകാർ തുടരെ ഇത്തരത്തിലൊരു ഭീഷണി സന്ദേശം അയക്കുന്നത് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഭീഷണി സന്ദേശം ഏറ്റവും അധികം വളരെ മോശമായാണ്. നിർഭയയാക്കണോ, അടുത്ത നിർഭയയാക്കണോ, നിങ്ങളെ റേപ്പ് ചെയ്യുമെന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരം തുടരെ ഈ ഭീഷണി മെസ്സേജുകൾ എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴും SFI ആശങ്ക പറയുന്നത് സ്വാഭാവികമായും ഡൽഹി പോലീസിന് ഇത് കൊടുത്തതുകൊണ്ട്, ഈ പരാതി കൊടുത്തതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നുള്ളൊരു ആശങ്ക കൂടി SFI മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഒപ്പം തന്നെ വിമർശനമായി കേരളത്തിൽ TG മോഹൻദാസിനെ പോലുള്ള, അതായത് രാജ്യത്തെ ലക്ഷക്കണക്കിന് TG മോഹൻദാസുമാരിൽ ഒരാൾ മാത്രമാണ് ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത് എന്ന് കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇവർ സ്ത്രീകളെ കാണുന്നത് ഏത് നിലയിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നതാണ് ഈ ഭീഷണി സന്ദേശം എന്നുള്ളതാണ് SFI പറയുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഇതിനെതിരെ രംഗത്തെത്തേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ TG മോഹൻദാസ് കേരളത്തിൽ നിന്നിങ്ങനെ പറഞ്ഞിട്ട് പോലും അയാൾക്കെതിരെ സ്വാഭാവികമായും വലിയ തരത്തിൽ നടപടിയെടുക്കാത്ത സ്ഥിതിയാണുള്ളത്. അങ്ങനെയെങ്കിൽ ഡൽഹി പോലീസ് ഏത് രീതിയിലാണ് ഇത്തരക്കാർക്കെതിരെ നടപടിയെടുക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടി SFI മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ഈ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവാണ് ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുള്ളത്. മനുഷ്യരുടെ കൂട്ടത്തിൽ ചേർക്കാൻ കഴിയാത്ത ഒരു ഭീകര സംഘമാണ് സംഘപരിവാർ എന്നും ഈ കൂട്ടരെ ഒരു സാമൂഹ്യ ഭീഷണിയായി കാണാതെ മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നും സഞ്ജീവിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. എത്ര ഭീകരമായാണ് സംഘപരിവാർ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ ഉദാഹരണമാണ് ഇത്തരത്തിൽ അയക്കുന്ന ഭീഷണി സന്ദേശങ്ങൾ എന്നതുകൂടി ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും വലിയ തരത്തിൽ ഇതിൽ പ്രതിഷേധവുമായി SFI രംഗത്തെത്തുന്നു എന്നുള്ളതാണ്. ഇതൊരാൾക്ക് മാത്രം ലഭിക്കുന്ന ഭീഷണി സന്ദേശങ്ങളല്ല. ഈ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ച ഓരോ ആളുകൾക്കും ഇത്തരത്തിലുള്ള ഭീഷണി സന്ദേശങ്ങൾ അത് സംഘപരിവാർ അക്കൗണ്ടുകളിൽ നിന്നും വരുന്നു എന്നുള്ളതാണ്. ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ആവശ്യമാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ കേസെടുക്കാൻ ഡൽഹി പോലീസ് തയ്യാറാകണമെന്നുള്ളൊരു ആവശ്യം കൂടി SFI മുന്നോട്ട് വയ്ക്കുകയാണ്. ഷിഹാസ്, ശരി, സുനിഷ അയ്യലൂരാണ് വിവരങ്ങൾ നൽകിയത്.